പല ആൾക്കാർ കൺഫ്യൂസ് ആവാറുണ്ട്. ഇപ്പൊ എന്റെ സ്കിൽ എന്താണ്, എനിക്ക് ഇങ്ങനത്തെ സ്കില്ലില്ലല്ലോ. സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട്? എന്താ സ്കില്ല് എന്ന് പറഞ്ഞാൽ, എനിക്കൊരു സ്കില്ല് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എഫേർട്ട് കുറവാണെന്ന് അർത്ഥം. ആ ഒരു സ്കില്ല് വരണമെങ്കിൽ ഞാൻ ഒരുപാട് എഫേർട്ട് ഇടണം. ഏതൊരു ജോലിക്കും ഏതൊരു സർവീസിനും അയാളെ സഹായിക്കാൻ പോകുന്നത് അയാളുടെ സ്കില്ലാണ്. പക്ഷെ കൺഫ്യൂഷൻ വരുന്നത് പല ആൾക്കാർക്കും, എന്റെ സ്കില്ല് അവൻ അത് ചെയ്യുന്നു, പക്ഷെ ആ സ്കില്ല് എനിക്കില്ലല്ലോ, അല്ലെങ്കിൽ ആ കഴിവ് എനിക്കില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ളവരെ നോക്കിയിട്ടായിരിക്കും പലപ്പോഴും നമ്മുടെ സ്കില്ലിനെ പറ്റി തുടക്ക സമയത്ത് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. അതെ, മറ്റേ ആൾക്ക് ആ സ്കില്ല് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അവൻ ആ സ്കില്ല് വെച്ച് പെർഫോം ചെയ്യുമ്പോൾ മാത്രമാണ്. ആ സ്കില്ല് ബിൽഡ് ചെയ്യുന്ന സമയത്തല്ല. എല്ലാവരും ബോൺ ടാലന്റ്, ആ ടാലന്റ്, ഈ ടാലന്റ്. ഈ ഒരു ടാലന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എങ്ങനെ വരുന്നത്? ഇഫ് യു ക്യാൻ ഫോക്കസ് ഓൺ സംതിങ് വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് എ ഡിസയർ, ദാറ്റ് വിൽ ബിക്കം എ ടാലന്റ്. ഫോക്കസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നത്തിങ് ക്യാൻ പുൾ മീ അവേ ഫ്രം ഫോക്കസിങ് വാട്ട് ഐ വാണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ഡിസയർ. മറ്റേത് വിഷ് മാത്രമേ ഉള്ളൂ. ഐ വിഷ് ടു ബി അല്ല, ഐ ഡിസയർ എന്ന് പറഞ്ഞാൽ സംഭവം മാറി.